ഇത് ഓണായിരിക്കണം. നമസ്കാരം, ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്നലെ അത്യാവശ്യ പരിപാടിക്ക് പോയതുകൊണ്ട് നമ്മുടെ പരിപാടി ക്യാൻസൽ പോയി. അതിനാദ്യം ക്ഷമ ചോദിക്കാം. ബഹുമാനിയെ, സിനിമാ സംവിധായകനും ഛായാഗ്രഹവുമായ ഷാജി എം കരുൺ അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അങ്ങേറ്റം ദുഃഖം രേഖപ്പെടുത്തുകയും. ബഹുമാന്യെ, ഈ നാടോടികൾ എന്ന പേരിൽ തമിഴ്നാട്ടിലും മറ്റു വരുന്ന കുറേ സ്ത്രീകൾ, കുറേ എന്നല്ല ആയിരക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൽ വന്ന് വളരെയധികം കളവ് നടത്തുക, കുഞ്ഞുങ്ങളെ കടത്തി കൊണ്ടുപോകുക, അങ്ങനെ ഒരുപടി ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇവരൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കില്ല. അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പണിയെടുത്ത് ജീവിക്കുക കുഴപ്പമില്ല, അലിഞ്ഞു തിരിഞ്ഞ് വൃത്തിയില്ലാതെ നടക്കുന്ന ആരായിരുന്നാലും അവർ സംസ്ഥാനത്ത് പ്രവേശിപ്പിക്കരുത്. അതും അങ്ങനെ വരുന്ന അലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജീവിക്കാൻ വഴിയില്ലെങ്കിൽ സർക്കാർ അവരെ ഭക്ഷണം കൊടുക്കണം. ഏതെങ്കിലും ക്യാമ്പിലാക്കിയിട്ട് ഭക്ഷണം കൊടുക്കണം. അത് സാമ്പത്തിക ശേഷി സർക്കാർ ഇല്ലെങ്കിൽ സർക്കാർ അത് നിയന്ത്രിക്കണം. യാതൊരു കാരണവശാലും കേരളത്തിൽ പ്രവേശനം അനുവദിക്കാൻ പാടില്ല. ഏത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും വൃത്തിയില്ലാതെ നടക്കുന്നവരും ഇതുപോലെ കക്കാനും കുഞ്ഞുങ്ങളെ ആക്രമിക്കാനും തട്ടിക്കൊണ്ടുപോകാനും വരുന്ന സ്ത്രീകൾ, അതിൽ ആവശ്യത്തിലധികം തെണ്ടികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ കർശനമായിട്ട് സർക്കാർ നടക്കണം. ഈ തെണ്ടികളിൽ 99% 99% ഇല്ലീഗലാണ്, കള്ളലക്ഷണം അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ദ്രോഹികളാണ്. അപ്പോൾ സർക്കാർ കർശനമായിട്ടും ഈ തെണ്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊടുത്തു, പക്ഷെ അത് തെണ്ടികളെ കൂടുതൽ സൃഷ്ടിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും പോലെ തെണ്ടികളെ സൃഷ്ടിക്കാൻ പാടില്ല, അത് മണ്ടത്തരാണ്. അതിന് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ഗ്രൂപ്പും പറഞ്ഞ് അങ്ങനെ തെണ്ടികളെ സൃഷ്ടിക്കാൻ പാടില്ല. സക്കാത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ധർമ്മം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് എത്തേണ്ട കയ്യിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. സുന്നികൾ അത്ര അതിനോട് പ്രോത്സാഹനം കൊടുക്കുന്നില്ല. മറ്റ് മുജാഹിദൊക്കെ അങ്ങനെയൊക്കെയാണ്. അത് ഏതൊരു ഒരു കാര്യം മനസ്സിലാക്കാം, ഗവൺമെൻറ്റിനോട് പറയണം, ശക്തമായിട്ട് പറയണം, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയും അന്യായമായിട്ട് ന്യായമായിട്ടാണ് തെണ്ടി നടക്കുന്നവരെയും, ന്യായമായെന്ന് പറയുമ്പോൾ യഥാർത്ഥ അവകാശികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുള്ളവർ തെണ്ടി ഇരിക്കുന്നത്. അവർക്ക് വാസ്തവത്തിൽ സർക്കാർ സംരക്ഷണം കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം പാർപ്പിടം കൊടുക്കണം, മറ്റെന്നും അടുത്തില്ലെങ്കിലും. അപ്പോൾ അത് കർഷകർ നിയന്ത്രണം ഏർപ്പെടണം. അതിനാരെന്ത് ഇടപെട്ടാലും കുഴപ്പമില്ല, ഇടപെടണം, തീർക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിനെ കൊണ്ടേ കഥയെ പറഞ്ഞത്, അതൊക്കെ അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ട്. അതുപോലെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, അതുകൊണ്ട് സമുദായ ചർച്ച കൊണ്ടുവരാൻ പാടില്ല, പ്രത്യേകിച്ച് സ്വന്തം സമുദായത്തിൽ ഒട്ടും വരാൻ പാടില്ല. എങ്കിലും ഞാൻ ആമുഖമായിട്ട് ചില കാര്യം സൂചിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, ഇന്ന് കാണുന്ന ആ അനീതിക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയാണ്. ഈ ചാവക്കാടത്ത് പാടൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ തങ്ങന്മാരുടെ ഒരു കേന്ദ്രമാണ്, കുറേയധികം തങ്ങന്മാർ താമസം. അതിലൊരു തങ്ങളാണ് പാടൂർ അബ്ദുൽ ഖാദർ തങ്ങൾ ഖാദി എന്ന് പറയും. മുസ്ലിം മഹലുകൾക്ക് അല്ലെങ്കിൽ ഇടവകൾക്ക് കേന്ദ്രീകരിച്ച് ഒരു ഖാദിയുണ്ട്, നേതാവുണ്ട്, തങ്ങളുമില്ല. അതിപ്പോൾ അബ്ദുൽ ഖാദർ, അദ്ദേഹം മറവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ വെങ്ങോല അല്ലെങ്കിൽ കുമ്മനോട് എന്നല്ല, അറക്കപ്പടി കുമ്മനോട്ടിലാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞത്, മോനെ, അവസാന കാലമാകുമ്പോൾ യാതൊരു വിദ്യാഭ്യാസ കൾച്ചറോ ഇല്ലാത്ത എങ്ങനെയോ കുറേ സമ്പത്തുണ്ടാകുന്ന കുറേ ആൾക്കാർ ഈ പള്ളി ഭരണത്തിൽ വരും. അവർക്ക് ദീനിയായിട്ടും ബോധമില്ല, സാമൂഹികമായിട്ടും ബോധമില്ല, പിന്നെ ഭൗതികമായിട്ടും ബോധമില്ല. പണം എങ്ങനെ കിട്ടിയിട്ടുണ്ട്, അവർ പറയുന്നത് നടക്കുകയുള്ളൂ. അതങ്ങനെ ഒരു കാലം വരും. ഇന്നിപ്പോൾ അല്ലല്ലേ, ഏത് പള്ളി കമ്പനി എടുത്താലും അവിടെ നാടിന് പ്രമാണിക്കാണ്. അവന് അറിവുണ്ടോ, കള്ള് കച്ചവടമാണോ പലിശ കച്ചവടമൊന്നും ചിന്തിക്കാനുള്ള. അങ്ങനെ അതമ്പതിച്ച് പോയത് മാത്രമല്ല,
തെരഞ്ഞെടുപ്പിൽ കൂടി പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ കൂടി പള്ളി ഭരണം ഏറ്റെടുക്കുന്ന കാലം വന്നെങ്കിൽ അന്ന് തീർന്നു ലോകാവസാനത്തിൻ്റെ ആരംഭമാണ്. മാത്രമല്ല മുസ്ലിം സമുദായം ക്ഷണിക്കും. കാരണം മാന്യന്മാരെ മുസ്ലിങ്ങൾ ഒരു കാരണവശാലും പള്ളി ഭരണത്തിൽ ആധികരിച്ചു വരില്ല. അത് പള്ളിക്ക് എന്തെങ്കിലും കോട്ട് നടന്നെങ്കിൽ അതിലിടപെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും, എന്നല്ല ഭരണത്തിൽ വരില്ല. ഇത് ഭരണത്തിൽ വരാൻ വേണ്ടി വോട്ടടിസ്ഥാനത്തിൽ, വോട്ടേജ് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ വോട്ടിട്ട് ഭരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ജനത എന്ന് വന്നോ അന്ന് ഈ സമുദായത്തിന് നാശമായി അതമ്പതരായി. ഈ പറയാൻ കാരണം രാഷ്ട്രീയം, ഇത് രാഷ്ട്രീയം അതുപോലെയാണ്. പണ്ട് രാഷ്ട്രീയം നടന്ന് മാന്യന്മാരായിരുന്നു രാഷ്ട്രീയക്കാർ. സ്വാതന്ത്ര്യ സമര സേനാനി ഉൾപ്പെടെ അതിങ്ങോട്ട് പോന്നാൽ പിന്നെ കാമരാജ് വരെ അല്ലെങ്കിൽ ശാസ്ത്രി വരെ വളരെ ബഹുമാന്യരും ആദരണീയരും ആയിരുന്നു. ഞാൻ കാമരാജിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, ഞാൻ ചുരുക്കി പറയാണ്. കാരണം അദ്ദേഹം അവിടെ തുണിക്ക് ക്ഷാമുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ ജപ്പാനിൽ നിന്ന് 10 ഈ തയ്യൽ മെഷീൻ്റെ ഈ യന്ത്രത്തടി ഇറക്കും തീരുമാനിച്ചു. അപ്പോൾ 10 ഇറക്കും 10% കമ്മീഷൻ എന്ന് പറയും. അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞോ, എന്നാൽ ശരി 11 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിക്കാതിരുന്ന ഒരാളാണ് കാമരാജ്. ഇന്നത്തെ മന്ത്രിമാരോ ഇന്നത്തെ ആൾക്കാരോ 10-20% കമ്മീഷൻ വാങ്ങിക്കാൻ നോക്കാല്ലേ, അങ്ങനെ സമ്പാദിക്കല്ലേ. അങ്ങനെ നശിപ്പിച്ചു അല്ലെങ്കിൽ നശിച്ചു കളഞ്ഞു. സാംസ്കാരികമായിട്ട് യാതൊരു ബന്ധവും അടിസ്ഥാനമില്ല. തികച്ചും സ്വന്തം താല്പര്യം മാത്രം കാണുന്ന ഒരു വിഭാഗം ജനത നയിക്കുന്ന ഈ രാഷ്ട്രീയം വളരെ അപകടത്തിലാണ്. ഞാൻ ഉദാഹരണം പറയാൻ കാരണം, ഇന്നിപ്പോൾ ഞാൻ പല കാര്യത്തിൽ ഈ മുസ്ലിം ലീഗിനെ വിമർശിക്കാറുണ്ട്. ചിലവർക്ക് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴേ ചിലവർക്ക് എന്നോട് ഇഷ്ടപ്പെടുകൊണ്ട് അസൂയയുടെ ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു നന്നാകാൻ വേണ്ടിയാണ്. മുസ്ലിം ലീഗിന് കോൺഗ്രസും ഒരു കുഴപ്പമില്ല, ഒന്നുണ്ട് ചെറിയ ചെറിയ മൈനർ ഡിഫക്റ്റുള്ള ആ ഡിഫക്റ്റ് ചൂണ്ടിക്കാണിക്കും. അത് ഒന്ന് ലീഗിൻ്റെ 75 വർഷം കഴിഞ്ഞ് ചെന്നൈയിലെ ഒരു യോഗം കൂടി എന്നിട്ട് ഒരു ഓഫീസിലെടുക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ ഒരു സ്ഥലത്ത് പഴയ ഒരു ബിൽഡിംഗ് എടുത്തു, അതിനുവേണ്ടി കോടികൾ പിരിച്ചു. ഇപ്പോൾ മാർച്ച് 1-ാം തീയതിയാണ്, പക്ഷേ പെരുന്നാളായതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ മാർച്ച് മാസം പെരുന്നാളായിരുന്നല്ലോ, നടന്നില്ല, നോമ്പായിട്ട്. പിന്നെ ഇപ്പം മെയ് 25-ാം തീയതി ഖായിദെ മില്ലത്ത് മുസ്ലിം സെൻറ്റർ, ഖായിദെ മില്ലത്ത് KMC അങ്ങനെ ഒരു സ്ഥാപനം ഉദ്ഘാടനം തീരുമാനിച്ചു. ആ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പത്രപ്രവർത്തനം നടത്തിയപ്പോൾ എൻ്റെ പൊന്ന് മനുഷ്യ മുസ്ലിം ലീഗ് നേതാക്കൾ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെയൊക്കെ ഓരോ ചലനവും പബ്ലിക് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ ഓരോ ചലനവും. കാരണം മാതൃകാ പുരുഷന്മാർ അവർക്ക് സമൂഹത്തിൽ, അപ്പോൾ അവരെ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്രസമ്മേളനത്തിൽ തൊട്ടടുത്ത് ഒരാളിരുന്നു, ഒരു മാന്യദേഹം, ഞാൻ പേര് പറയുന്നില്ല. ആ ദേഹം ക്യാമൽ മുഖം കാണാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ഒട്ടിയിരിക്കുകയാണ്. എൻ്റെ പൊന്ന് മുസ്ലിം ലീഗ് സഹോദരങ്ങൾ, മുസ്ലിം ലീഗ് നേതാക്കളെ, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്ന് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു പത്രസമ്മേളനം രണ്ടുപേരും ഇരിക്കുമ്പോൾ നീ കൊട്ടിയിരിക്കുന്നത് ആ ചിത്രം കാണാൻ വേണ്ടിയാണെന്നല്ലേ ചിന്തിക്കുന്നത്. അല്ലാതെ ചിത്രം ഒട്ടിയിരിക്കാതെ ഇരുന്നാലും ചിത്രം കാണാൻ സ്പേസ് അവിടെ ഉണ്ട്. മേലായി ഇതൊക്കെ ആവർത്തികളെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യും. മറ്റ് കോൺഗ്രസ് പരിപാടിക്കാണല്ലോ സ്റ്റേജ് പൊളിഞ്ഞ കേസൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് എന്താ വെച്ചാൽ കാണികളെ കൂടുതൽ സ്റ്റേജിലാണ്. എല്ലാ നേതാക്കളായിട്ട് വരും, സ്റ്റേജ് പൊട്ടിച്ചാടും. അങ്ങനെ സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉദ്ഘാടനത്തിന് കണ്ടില്ലേ, തള്ളിക്കയറ്റുണ്ടായതൊക്കെ നാണക്കേട് പറഞ്ഞ പോലൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യില്ലേ. മറ്റൊരു കാര്യം പറയാനുള്ളത്, അത് ഞാൻ പ്രവാചകനെ അതിൻ്റെ വാക്ക് കടമെടുക്കുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ വിധവകൾ, സ്ത്രീകൾ, വികലാംഗർ, പിന്നെ മന്ദബുദ്ധിയുള്ളവർ, ആരോഗ്യമില്ലാത്തവർ, പ്രായമുള്ളവർ അങ്ങനെയൊന്നും ഉപദ്രവിക്കുക നശിപ്പിക്കാനേ പാടില്ലെന്ന് മാത്രമല്ല, യുദ്ധസ്ഥലത്തേക്കുന്ന ഒരു പച്ച ഇല പോലും നശിപ്പിക്കാൻ പാടില്ല. അതാണ് യുദ്ധതന്ത്രം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രീതി. ഇത് പറയുമ്പോഴേ എൻ്റെ രാജ്യദ്രോഹിയാന്ന് പറയരുത്. കാരണം എന്നറിയുമോ, നമ്മുടെ രാജ്യം ഏതു വിധത്തിലും യുദ്ധത്തിൽ ജയിക്കാം, അത് സംശയം. യുദ്ധത്തിലും പ്രേമത്തിലും തെരഞ്ഞെടുപ്പിലും നീതിയൊന്നുമില്ല, ജയം മാത്രമേ ഉള്ളൂ. ആ നിൽക്കുമ്പോൾ നമ്മുടെ ശത്രു തോൽപ്പിക്കാൻ വേണ്ടി ഏത് മാർഗം ഉപയോഗിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കുകയും ചെയ്യാം. പക്ഷേ ഈ നദി തുറന്നു വിട്ട് ജലം പൊങ്ങിയാലും അല്ലെങ്കിൽ വെള്ളമില്ലാതെ വരൾച്ച വന്നാലും, പൊന്നിൻ സൂചിയാണെങ്കിലും പിന്നെ ഇരുമ്പ് സൂചിയുടെ കണ്ണുകണ്ണി കൊണ്ട പൊട്ടു പറയുമ്പോൾ അമിതമായിട്ട് വെള്ളം വന്നാലും വെള്ളമില്ലാതെ, അത് വരൾച്ചയും പിന്നെ വെള്ളപ്പൊക്കവും
അതിവൃഷ്ടി അല്ലെങ്കിൽ അനാവൃഷ്ടി. സ്ഥാനത്ത് മഴ കിട്ടാതിരിക്കുക, സ്ഥാനത്ത് മഴ കൂടുതൽ ചെയ്യുക. അതാണ് അനാവൃഷ്ടിയും അതിവൃഷ്ടിയും. ഇത് രണ്ടും ആപത്താണ്. അപ്പോൾ നമ്മൾ ഒന്നിൽ വെള്ളം തുറന്ന് കൊടുക്കില്ല എന്ന് പറയുന്നു, അപ്പോൾ അങ്ങനെ അത് ഒടുങ്ങിപ്പോവും. മറ്റൊരു വെള്ളം തുറന്ന് വിട്ട് നശിച്ചു പോകും. ഇത് രണ്ടും എന്തുമാത്രം ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ചില ചിത്രം വെച്ച് നോക്കാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ അപകടം വരുന്നത് സാധാരണക്കാർക്കാണ്. നമ്മൾ യുദ്ധത്തിൽ കഴിഞ്ഞ് പട്ടാൾക്കാരെ കൊല്ലാം, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാം, അല്ലെങ്കിൽ നേതാക്കളെ കൊല്ലാം. ഈ സാധാരണക്കാർ ഇതൊന്നും ബാധകമല്ലെന്നേ. ഇപ്പോൾ ഇന്ത്യയിലുള്ള 99% ആൾക്കാർക്കും ജനങ്ങൾക്കും പാകിസ്ഥാൻ്റെ എതിർപ്പില്ല, സാധാരണക്കാരിലെ ജനങ്ങൾ. അപ്പോൾ അവിടെയുള്ള 90% ജനങ്ങൾക്കും ഇന്ത്യയുടെ എതിർപ്പില്ല. പിന്നെ ഇന്ത്യയുടെ പാകിസ്ഥാനിൽ എതിർപ്പ് ഉണ്ടാക്കുന്ന ചില കുബുദ്ധികൾ, രാഷ്ട്രീയക്കാർ, ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ചില കുബുദ്ധികളാണ്. സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം അവന് അന്നന്ന് ജീവിക്കാനുള്ള വഴി നോക്കി നിൽക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ബോംബെയിൽ ഇവിടെ ജോലി കയറി പല സ്ഥലത്തും വരുന്ന സാധാരണക്കാർ, അവന് വിശപ്പ് ഭക്ഷണം നോക്കുക, വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ പോകും. വെള്ളിയാഴ്ച ദിവസം നിർബന്ധമാണ് നമസ്കാരം മുസ്ലിങ്ങൾക്ക്. പക്ഷെ അതുപോലെ അവനെ ഭക്ഷണം കഴിക്കാൻ നോക്കുമെങ്കിൽ അതുപോലെയാണ് ഈ സാധാരണക്കാർക്കൊന്നും ഒരു പ്രത്യേക താല്പര്യമില്ല. ഹിന്ദു എന്ത്, ക്രിസ്ത്യാനി എന്ത്, മുസ്ലിം എന്ത് രാജ്യം എന്ത്, പൊങ്ങച്ചം എന്ത് നട്ടം, അന്നന്ന് ജനിച്ചു പോയി ഭക്ഷണം കഴിക്കാനുള്ള വഴി നോക്കണം, നല്ലത് വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടരാവുന്ന രീതിയിൽ നമ്മൾ വേണോ എന്നുള്ളത് ഗവൺമെൻറ് ചിന്തിക്കാൻ പറഞ്ഞാൽ, ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല, ഞാനൊരു സാമാന്യ രീതി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. പിന്നെ നമ്മൾ പറയുമ്പോൾ വെൺമണി ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോട്ടയം ജില്ലയാണ് വെൺമണി ബ്രദേഴ്സ് ഒരു എഴുത്തുകാരുണ്ട്, 2 ബ്രദേഴ്സ്. ആ വെൺമണിയിൽ വർഷങ്ങൾ 55 വർഷം മുൻപ് അടിമപ്പണിക്ക് സമ്മതിക്കായിരുന്ന 55 ദളിതുകളെ ഉന്നത കുല ജാത അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ തല്ലിക്കൊന്നിട്ടുണ്ട്. അതിന് 55 വാർഷികമാണ് ഇന്ന്. അടിമപ്പണി സമ്മതിക്കാത്ത പേരില്ല. അതായത് റോഡ് നടക്കാൻ പാടില്ലായിരുന്നു, വിദ്യ അഭ്യസിക്കാൻ പാടില്ലായിരുന്നു, തൊഴിൽ ചെയ്യാൻ പാടില്ല, ചിലർ കൂലി ചോദിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തമ്പ്രാക്കന്മാരുടെ വീട്ടിലാണ് ആദ്യം താമസിപ്പിക്കേണ്ടത്, അത് കഴിഞ്ഞാണ് ഭർത്താവ് കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ പോലും. നമ്മൾ ഇന്ന് വലിയ മാന്യന്മാരായി നടക്കുന്നുണ്ട്, വലിയ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാല സംഭവങ്ങൾ പഠിക്കണം, അപ്പം മനസ്സിലാക്കും എന്തായത് കേരളത്തിലെ കൾച്ചർ. ഇത് ഇന്നലെ നമ്മൾ സന്യാസിമാർ പറഞ്ഞിട്ടില്ലേ, ബ്രാഹ്മിൻസിന് 35 അടി, നായർക്ക് 30 അടി, പുലയന് 30 അടി, അങ്ങനെ ഓരോ ജാതിക്കും അടി മാറണം. അതിൽ കാണാൻ കൂടി പാടില്ല, ശബ്ദം കേൾക്കാൻ പാടില്ല. അതൊക്കെ അയിത്തമായിട്ട് കണക്കാക്കുന്ന കാലമാണ്. ഇന്നും തമിഴ്നാട്ടിൽ ഒരു ബൈക്ക് വാങ്ങിച്ചതിൻ്റെ പേരിൽ അവനെ കൈകാലം ഒടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാൾ മുമ്പ് അവർ ദളിതരകൾ കാണാൻ ബാധിക്കാൻ വേണ്ടി 10, 25, 30 പൊക്കത്ത് കരിക്കലും മല കിട്ടി അത് മഴയത്ത് പൊളിഞ്ഞാടി 10, 20, 25 പേരൊക്കെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമായിരുന്നു ഇന്ത്യയിൽ. ഇന്നും പല സ്ഥലത്തും അങ്ങനെയാണ്. ഈ കേരളത്തിലാണ് കുറച്ച് വ്യത്യാസം വന്നത്. പക്ഷെ അതും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഒരുവിധ തമ്പ്രാക്കന്മാർ ചിന്തിക്കുന്നത്. അതുവേണ്ടിയാണ് കരുക്കൾ നിൽക്കുന്നത്. അതിന് ഈ കയ്യിൽ കെട്ടിയ ഈ ദളിതിലൊക്കെ ഇപ്പോൾ അവർക്ക് റാമൂളി നിൽക്കുകയാണ്, അവർക്ക് ഓച്ചാനവാടി നിൽക്കുകയാണ്. ഇതിൻ്റെ ദളിത് സമൂഹമേ, പിന്നോക്ക ഈഴവ സമൂഹമേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പൂർവികർക്ക് ഈ റോഡ് നടക്കാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞൊരു പോളിസി ഉണ്ട്. ചീഞ്ഞു നാറിയ തെരുവ് നായ്ക്കൾക്ക് പോലും യഥേഷ്ടം നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളത്ത് മണ്ണിൻ്റെ ഉടമകളായ ദളിതുകളായ ദ്രാവിഡ സംസ്കാരം ഉൾക്കൊള്ളുന്നവർക്ക് നടക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു സംസ്കാരം, ഒരു രീതി, അത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരണവുമായ പ്രവൃത്തി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകില്ലെന്നാണ്. എവിടെ പോയി സംഭവി? അങ്ങനെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. സഹോദരൻ അയ്യപ്പൻ പന്തി ഭോജനം, അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഇതെന്താ നിങ്ങൾ മറന്നുകൂടുന്നത്? ഈ കയ്യിൽ ചരട് കെട്ടി അല്ലെങ്കിൽ മറ്റേ ഇത് കെട്ടി ഈ RSS വേണ്ടി ഇംഗ്ലണ്ട് വിളിക്കുന്ന ദളിതുകളെ ഈഴവ വിഭാഗം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പൂർവികർക്ക് റോഡ് നടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ സുരേന്ദ്രനൊക്കെ വലിയ കെട്ടി നടക്കുന്നുണ്ടല്ലോ. ഈ സുരേന്ദ്രൻ്റെ വർഗമാണല്ലോ ഈഴവ വിഭാഗം. ഈ വിഭാഗത്തിൽ ഞാൻ പോലെ ഒരു ഈഴവന് കാറ് വാങ്ങിയിട്ട് വൈക്കത്ത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വന്നാൽ റോഡ് വരാൻ പാടില്ല. എന്നിട്ട് ഈ നായർ ഇറങ്ങി 10-12 കിലോമീറ്റർ അപ്പുറത്ത് നടന്ന് പാടത്തോട് നടന്നു വന്ന് ഈ വേറൊരു സ്ഥലത്ത് വന്ന് കയറിയാണ്. അതിൽ ഒരു നായർ വണ്ടി ഓടിച്ച്
വണ്ടിയുടെ ഉടമസ്ഥ ഈഴവരെ അതിൽ പോരാൻ പറ്റില്ല. ഡ്രൈവറെ വെച്ച് ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ ഇപ്പുറത്തെത്തിച്ച്. ഇതൊക്കെയാണ് സുരേന്ദ്രൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ വേണമെന്നാണ് ഈ തമ്പ്രാക്കന്മാർ ഇപ്പം പറയുന്നത്. വെങ്ങന്തിരിയാണ് പറഞ്ഞത്. സുഖമല്ലേ? അല്ല, ഒരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവൾ നമ്മൾ ആസ്വദിച്ച ശേഷം മറ്റ് ഭർത്താവ് ആസ്വദിക്കാനുള്ള ഇതൊരു കാലം ഉണ്ടെങ്കിൽ അതൊരു സുഖമാണല്ലോ ഇവർക്ക്. അങ്ങനെ ഒരു രീതി വരണം എന്ന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നുണ്ട്. ചോദ്യം പറ്റാത്ത ചോദ്യം ചെയ്യാനാകാത്ത വിധത്തിൽ വളർന്നവരാണ്. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 10% ആയിട്ടുള്ളൂ. 100-90 പേരും അതില്ല. ഇതൊരു 10, 20, 30% വന്നാൽ ഇവിടെ ഇരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ 10ൽ 3 പേരും വെള്ള അഡിക്റ്റാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും. ഇവർ 4 പേരായി കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചു പറ്റും? കാരണം ഒരു 10 പേര് നിൽക്കുന്നതിൽ 3 പേരാണ്, ബാക്കി 7 പേര് പുറത്ത്. അവർക്ക് വേണമെങ്കിൽ കൂടി അവർ മാറ്റി നിർത്താൻ പറ്റും. ഇവർ 4 പേര് ആകുകയും മറ്റൊരു 6 പേരാണെങ്കിൽ ഈ 4 പേര് മുമ്പിൽ ഈ 6 പേര് തോറ്റു പോകും. കാരണം മദ്യം കഴിച്ച് നിൽക്കുന്നതിന് വെളിവില്ലാത്ത അവന് ഇരട്ടി ശക്തി ഉണ്ടാവും, പവർ ഉണ്ടാവും. ബോധമുള്ളവന് പവറൊക്കെ കുറയും. അതാണ് അവസ്ഥ. അധികം താമസിയാതെ കേരളത്തിൽ പോലും 4 വരാൻ പോവാണ്. അതുപോലെ ഈ 10% ഇപ്പം ഈ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നിൽക്കുന്നത്, അതൊരു 20-30% ആയി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? ആർക്ക് പിടിച്ചു നിർത്താൻ പറ്റും? ഇപ്പം റോഡ് അച്ഛനും മകനും കല്ലെത്ത് നിൽക്കുമ്പോൾ ചോദ്യം ചെയ്ത് അനാവശ്യമായിട്ട് SI വിരട്ടി തല്ലിയൊക്കെ വരുന്നത്. SI സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് പല സന്ദർഭങ്ങളിലും നമ്മൾ പോലീസ് രാജ്യത്തിന് സുരക്ഷ കൊടുക്കേണ്ട, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നമ്മുടെ നിയമപാലകർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഇപ്പോൾ ഒരു പണ്ടൊക്കെ വളരെ ചെറിയ വിഭാഗമാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് ഈ കള്ളു കുടിച്ച ആരെയും പറയുമ്പോൾ 2%, 10 പേരുടെ 2 പേര് കൂടുതലും അത് മോശക്കാരൊന്നിക്കാണ്. ബാക്കി 8 പേരാണുള്ളത്. അത് ഒരു 3 പേരായാലും എന്തായിരിക്കും അവസ്ഥ? അന്യായമല്ലേ ചെന്നത്? ഇത് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടോ? ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ? എത്ര കോടി രൂപയാണ് ഈ ഗവൺമെൻറ്, ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് ചിലവാക്കുന്നത്? ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് അവർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നപ്പോൾ കയറാൻ അനുവദിച്ചില്ല. അത് പിണറായി പറഞ്ഞിട്ടാണെന്നാണ് ചില പറഞ്ഞത്. ഇപ്പോൾ ബാലൻ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെയല്ല, പിണറായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ 2 അഭിപ്രായം. ദേശീയ നേതൃത്വം പറയുന്നു അങ്ങനെ നാഷണൽ കോൺഗ്രസിൽ പാസ്സായിട്ടിൽ അവർക്ക് ഏത് യോഗത്തിലും പങ്കെടുക്കാം. ദേശീയ കമ്മിറ്റി പറയണം, മാർക്സിസ്റ്റ് പാർട്ടി പൊളിറ്റ് ബ്യൂറോ മുള്ള കമ്മിറ്റി. സ്റ്റേറ്റ് കമ്മിറ്റി പറയുന്നു ആ മഹിളാ അസോസിയേറ്റ് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം വരാവൂ, പങ്കെടുക്കാവുന്നു. എവിടെയാണ് നീതി? എവിടെയാണ് യുക്തി? എവിടെയാണ് നിയമം? അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയോടെ സ്റ്റേറ്റ് കമ്മിറ്റിയോടെ ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടി പുറത്തേക്കിൽ എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ രാജ്യം. ഇതിപ്പോൾ കേരളം ഭരിക്കുന്നത്, കേന്ദ്രം ഭരിച്ചാലോ അത് ഇത് തന്നെ. കാരണം ഈ ഇത്ര സംഭവം ഉണ്ടായിട്ട് നമ്മുടെ മോഡിജി സൗദി അറേബ്യയിൽ നിന്ന് പറന്നു വന്നിട്ട് പോയത് ഇലക്ഷൻ പ്രചരണത്താന്ന് പറഞ്ഞിപ്പോൾ കറന്നില്ലേ? ഇലക്ഷൻ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി അവിടെ അപകടപ്പെട്ട് കിടക്കുന്നതിനൊക്കെ സന്ദർശിക്കാൻ പോയിരുന്നു. പാലൊഴുക്കി വന്ന മോഡിജി നേരെ ബീഹാറിൽ നിതീഷായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രചരണം നടത്തി അർമാദിച്ചതൊക്കെ പറഞ്ഞത് ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ സത്യം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രാജ്യസ്നേഹികളാണ്. ഒരിക്കലും രാജ്യത്തെ എതിർക്കുന്നില്ല, രാജ്യദ്രോഹികളല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ മുസൽമാനാണ്, ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുപോലെയാണ് രാജ്യസ്നേഹവും ഭാഗം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു BSF ജവാൻ ബോട്ടം സെക്യൂരിറ്റി ഫോഴ്സിൽ അദ്ദേഹം പാകിസ്ഥാൻ്റെ ഇൻ്റർനാഷണൽ അതിർത്തിയിൽ കടന്നപ്പോൾ തന്നെ അവർ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. ഇന്നിപ്പോൾ അവരെ വിട്ടുകൊടുക്കാതെ അവരെ ഭാര്യ ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. അതേ സ്ഥലത്ത് 300 കിലോമീറ്റർ കടന്ന് ഈ 4-5 വീരന്മാർ വന്നു, ആയുധമായിട്ട് വന്നു, അതിൽ നടന്ന് തിരിച്ചു പോയി എന്ന് പറയുമ്പോഴേ നമ്മുടെ പട്ടാളത്ത് നമ്മുടെ പോലീസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ എവിടെയാണ് അശ്രദ്ധ പറ്റിയത്? അതുകൂടി ചിന്തിക്കണ്ടേ? നമ്മളതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോയെന്ന് ചിന്തിക്കണ്ടേ? പണ്ട് മോഡിജി മുഖ്യമന്ത്രി ആയിരിക്കും പറഞ്ഞ ഭാഷയുണ്ടല്ലോ, അതൊക്കെ ഒരു ചാനൽ വരുന്നുണ്ട്. എന്താണ് പട്ടാളം നിങ്ങളുടെ കയ്യിൽ, അത് സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ, പിന്നെ എങ്ങനെ ആയുധമൊക്കെ ആയിട്ട് ഒരു വന്നു എന്നൊക്കെ ചോദിച്ചത് മോഡി ചോദിച്ചത് ന്യായമാണ് ചോദ്യം. പക്ഷെ ഇന്നിപ്പോൾ അവരോട് മോഡിയോട് ചോദിക്കണത് നിങ്ങളെന്ന് പറഞ്ഞെങ്ങനെയെന്ന് എന്ന് പറഞ്ഞാൽ നാട് നശിച്ചാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറണം, നമുക്ക് ഭരണം നിലനിർത്തണം, നമുക്ക് വോട്ട് കിട്ടണം എന്നുള്ള രീതിയല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക,
എന്താ മനസ്സിലാക്കുക? ഒരു യുദ്ധം ഉണ്ടായാൽ ഓടിച്ചോനും ഓടിയോനും അണക്കെന്ന് പറയുമ്പോൾ ഒരു യുദ്ധം ഉണ്ടായി ഇരുപക്ഷം നഷ്ടം വരില്ലേ? പാവം പട്ടാൾക്കാർ പോവില്ലേ? പ്രകൃതി നശിക്കില്ലേ? ബിൽഡിംഗ് പോവില്ലേ? എത്ര കോടി ചിലവും? ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ എത്ര കോടിക്കണക്ക് ലക്ഷം ഡോളറാണ് കത്തിച്ചു കളഞ്ഞത്. എന്നിട്ടും ആ കൊല്ലാൻ പറ്റിയ 500 പേരെ, ഒരു 100-500 പേരെ, അല്ല 50,000 പേരെ, ഒരു 10,000-50,000 പേരെ വികലാംഗരാക്കി. കുറേ ബിൽഡിംഗ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത്. അത് എത്ര കോടി പൊടിക്കും? അത് കോടി ഡോളർ. ഒരു മെഷീൻ ഒരു വിമാനമൊക്കെ പറഞ്ഞാൽ എത്ര ആയിരം കോടി വിലയുള്ളതെന്നേ. അതൊക്കെ ചും പടക്കം പൊടിക്കൽ പൊടിച്ചോളത്. ഇപ്പോൾ റഷ്യ യുദ്ധം, ഉക്രൈൻ യുദ്ധം, അതിൽ ആരും നേടി? ഇവിടെ ലോകത്ത് ഏതെങ്കിലും യുദ്ധം കൊണ്ട് മനുഷ്യൻ നേടിയിട്ടുണ്ടോ? നേടിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ആധിപത്യം നിർത്താൻ വേണ്ടി അവന് ജനങ്ങളെ ഭയപ്പെടുത്തി അവൻ്റെ കൂടെ നിർത്താം എന്ന് വെച്ചതാണ്. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കി, ഞാൻ പല വർഷം പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കി. ചൈനയിലെ പ്രസിഡന്റ് ആരാണ്? ഏതാണ്ട് 90 വയസ്സുണ്ട്. റഷ്യയിലെ പ്രസിഡന്റ് ആരാണ്? ഏതാണ്ട് 90 വയസ്സുണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റ് 90 വയസ്സുണ്ട്. ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഏതാണ്ട് അങ്ങനെ അതല്ലേ? അപ്പോൾ ഏതെന്ന് വെച്ചാൽ എല്ലാവരും 70 വയസ്സിന് മുകളിലുള്ള വടുവൃദ്ധർ കിഴവന്മാരാണ്. അവർക്ക് ലോകത്തെക്കുറിച്ച് ഇനി എന്ത് ചിന്തയുള്ളത്? അവർക്ക് എന്ത് വളർച്ച? അവർക്ക് മരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുക എന്നല്ല വേറെ വല്ല ചിന്ത ഉണ്ടാവുമോ? ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു 70-80 വയസ്സായി ഇപ്പോൾ അവർ എന്ത് ഭാവി നോക്കുന്നത്? അവർ എന്തെങ്കിലും ഇന്ന് പോകണം എന്ന് നല്ലത്. അതൊരു 50-60 വയസ്സ്, 60 വയസ്സിൽ താഴെ, ലെസ് ദാൻ 60 ഇയേഴ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പ്രതീക്ഷയാണ് അവർക്ക് നാട്ടിനെ കുറിച്ചൊക്കെ. അവർക്ക് കുറച്ച് പുരോഗതി ചിന്ത ഉണ്ടാവും. ഇത് വല്ല മാറ്റം ഉണ്ടോ? ഈ നശീകരണത്തിന് വേണ്ടി ഡോളർ മുടക്കുന്നല്ലാതെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആരും ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ ഗംഗാ സംഗമം പദ്ധതി നമ്മുടെ ഫയൽ ഉറങ്ങല്ലേ? ഗംഗാ സംഗമം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ മാറ്റമല്ലേ? ചിന്തിക്കുന്നുണ്ടോ അത്? നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ, അതും ഒരു ഭയമില്ല, അത് ചിന്തിക്കണോ? നമ്മുടെ ഈ പിണറായി സാഹു ഉൾപ്പെടെ ഈ കിഴവന്മാർ, റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അല്ല, പിണറായി മാത്രമല്ല, മോഡി ഉൾപ്പെടെ എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യമില്ലാതെ നാടിന് വേണ്ടി ഒരു വികസനത്തിനുണ്ട് എത്ര 1000 കോടി മുടക്കി നമ്മൾ പ്രതിമകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്താണ് നേട്ടം? 1000 കോടി മുടക്കി ഒരു ഹോസ്പിറ്റൽ കൊടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അത് ആശ്വാസം കിട്ടും? ആംബുലൻസ് ഇല്ലാതെ ചുവന്നും വലിച്ച് കൊണ്ടാണ് ചത്ത ശവമൊക്കെ. അത് ചിന്തിക്കണ്ടേ? ഇതൊക്കെ ചിന്തിക്കാൻ എന്താണ് നമ്മുടെ ബുദ്ധി? രാക്ഷസന്മാർക്കും നമ്മുടെ യുവാക്കൾക്കും ഇതൊക്കെ ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്തതാണ്, തൻ്റെയില്ലാത്തതാണ്. മുഖത്തോക്കി ചോദിക്കാൻ തന്നെ. നിങ്ങളെ പ്രതിഭ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം എന്ന് ഉപദേശിക്കാൻ പറ്റിയ ആൾക്കാർ ആരും ഇല്ലേ ഇന്ത്യയിൽ? ചില വിഭാഗം പറഞ്ഞാൽ അവന് രാജ്യദ്രോഹ കുറ്റം, കാരണം അവരാരും നിശബ്ദമായിരിക്കുകയാണ്, പറയുന്നില്ല. മറ്റുള്ളവർ ബുദ്ധിയെ നമ്മൾ ഇത് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി നിർത്തി. ബാക്കിയുണ്ട് ഇവിടെ കുറേ ആൾക്കാർ. കാരണം ഇങ്ങളെ ചിന്താഗതിക്ക് 10% പേരാണ് നേരിട്ട് ബന്ധമൊത്തുള്ളൂ. ബാക്കി 90% പേര് ഇപ്പം പുറത്തുണ്ട്. ഈ 90% പേര് നിർജ്ജീവമായിട്ടിരുന്നാൽ, പ്രതികരിക്കാതിരുന്നാൽ, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചില്ലെങ്കിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തെറ്റാണെന്നാണ് ചില മതങ്ങൾ പറയുന്നത്, ചില ഗ്രന്ഥങ്ങൾ പറയുന്നത്, ചില ശാസ്ത്രജ്ഞന്മാർക്ക് പറയുന്നത്, ചില ബുദ്ധിജീവികൾ പറയുന്നത്. അതുപോലെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് പ്രതിമ പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും വ്യക്തിമായിട്ട് ഇഷ്ടപ്പെട്ടായിട്ടില്ല, അവരൊക്കെ നമ്മൾ അംഗീകരിക്കണം, കുഴപ്പമില്ല. പക്ഷേ എന്നാലും 5000-6000 കോടി മുടക്കി ഒരു പ്രതിമ ഉണ്ടാക്കുന്ന നേരത്ത് നിങ്ങൾ അത് ഇനിവേണ്ട ഒരു അമ്പലം പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ച പണിയാണെങ്കിൽ, മഴ വന്നാലും ചില കുറച്ച് പേർക്ക് കയറി നിൽക്കാമല്ലോ. ഈ 6000 കോടിയുടെ പ്രതിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാക്കകളിൽ നിന്ന് കാഷ്ടിക്കാന്നല്ലാതെ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ പറയണം. അതായത് പ്രോത്സാഹജനകമായിരിക്കണം, നിർമ്മാണാത്മകമായിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ത് ചെയ്താലും. ഇത് മായാവതി ആ പൊന്നുമോള് ഒരു പരാതി പറഞ്ഞു, ദളിതുകളെ UP-യിലൊക്കെ ദളിതുകളെ ആക്രമിക്കുന്നു. പൊന്ന് മായാവതി, ഞാൻ ഉൾപ്പെടെ കാൻഷാബ് ഉൾപ്പെടെ നിങ്ങളെ ഭരണം ഏൽപ്പിച്ച് 4 പ്രാവശ്യം UP-യിൽ മുഖ്യമന്ത്രിയായിട്ട്. UP മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി അതേ റാങ്കാണ്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് അതേ റാങ്കാണ്. അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് 4 പ്രാവശ്യം നിങ്ങൾ ഏൽപ്പിച്ചെന്ന്. നിങ്ങളതിന് എന്ത് ചെയ്ത്? 5000 കോടി മുടക്കി ഈ അംബേദ്കറുടെ പ്രതിമ, ആനയുടെ പ്രതിമ, നിങ്ങളുടെ പ്രതിമ, പിന്നെ കാൻഷാവിൻ്റെ പ്രതിമ,
അതെല്ലാം കേസ് വന്നപ്പോൾ അവസാനം മൂട്ടിയിട്ടേക്കാണ്. ആ നിലയ്ക്ക് നിങ്ങൾ 10,000 ദളിതുകൾക്ക് വീട് വെച്ച് കൊടുക്കാതല്ലോ, അല്ലെങ്കിൽ 10 മെഡിക്കൽ കോളേജ് തുടങ്ങാതല്ലോ. കുഴപ്പമുണ്ടോ? ഇത് 5,000 കോടി മുടക്കിയില്ലേ? ഇപ്പം എന്താണ് BJP ഗവൺമെൻറ് ബ്ലാക്ക് മെയിൽ പേടിപ്പിച്ച് നിങ്ങളിപ്പോൾ അവർക്ക് രഹസ്യമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാണപ്പെടും നിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാക്കും. അപ്പോൾ ദളിതുകൾ കഷ്ടപ്പെടുന്നു. അത് ഇപ്പോഴേ ഓർത്തുള്ളൂ. അപ്പോൾ അതാ നിങ്ങൾക്കൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ. ഈ സമയ സന്ദർഭം ആരും കാത്തിരിക്കില്ല. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹം, ദൈവമില്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹം, നിങ്ങൾക്ക് സമയം കിട്ടും, നിങ്ങൾക്ക് എനിക്കൊക്കെ കിട്ടും, എല്ലാവർക്കും ജീവിത സമയത്ത് കിട്ടും. ആ സമയത്ത് നമ്മളത് വേണ്ടതിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ, ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടം മാത്രമല്ല കുറ്റം കൂടിയാണ്. അവിടെ ബഹുമാന്യരെ, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലായാലും എന്തായാലും വേണ്ടില്ല, കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു വേറെ കാര്യം, ഈ 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വളരെ സാമ്പത്തിക ശേഷി നഷ്ടം വന്നപ്പോഴേ, അതായത് മിർ ഹുസൈൻ എന്ന ഹൈദരാബാദ് നൈസാമിൻ്റെ 7ാമത്തെ നൈസാം 5000 കിലോ സ്വർണ്ണമാണ്. 5000 കിലോ സ്വർണ്ണമാണ് സർക്കാരിൻ്റെ ഫണ്ടിൽ കൊടുത്തത്. യുദ്ധസമയത്ത് നമുക്ക് ടൈറ്റായി. അന്ന് നമ്മളില്ലേ ഈ ചൈന യുദ്ധത്തിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് യുദ്ധത്തിലൊക്കെ നമ്മൾ എന്താണ് സർചാർജ് ഏർപ്പോടെ ഒരു നികുതിയൊക്കെ ഏൽപ്പിച്ച് ഒരു പോസ്റ്റ് കാർഡിൽ ഒരു 5 പൈസ കൂടും. അങ്ങനെ എല്ലാത്തിനും അങ്ങോട്ട് കൂട്ടി അങ്ങനെ ഫണ്ടുണ്ടാക്കിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട സമയത്താണ് ഈ മിർ ഹുസൈൻ എന്ന് പറയുന്നത് 7ാമത്തെ നൈസാം ഹൈദരാബാദ് 5000 കിലോ സ്വർണ്ണമാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ജീവൻ കൊടുത്ത് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. 10,000-40,000 മുസ്ലിങ്ങൾ പേര് തന്നെ അവിടെ ഉണ്ട്. ഇന്ത്യ ഗേറ്റിൽ പേരിട്ട പതിവുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്ന ഒരു സമൂഹം, അത് തന്നെ 1000-ഓളം വർഷം ഈ രാജ്യം ഭരിച്ച മുസ്ലിങ്ങൾ ഭരിച്ചപ്പോഴേ അന്നോ ഇന്നോ ഒരു ഹിന്ദുവിനും പരാതി ഉണ്ടായില്ലത് സത്യമല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. ഇപ്പോൾ BJP പറയുന്നത് ഹിന്ദു അപകടത്താണ്, അല്ലെങ്കിൽ സംഘ് പരിവാർ പറയുന്നത് ഹിന്ദു അപകടത്താണ്. ഇവിടെ ഇത്രയും കാലം ഈ 1947 ഓഗസ്റ്റ് 17 മുതൽ ഇങ്ങോട്ട്, ഓഗസ്റ്റ് 15 മുതൽ ഇങ്ങോട്ട് ഹിന്ദു അല്ലാതെ ആരാ ഭരിച്ചത്? ഇപ്പോഴും ഹിന്ദുവല്ലേ ഭരിക്കുന്നത്. ഇപ്പോൾ 11 വർഷമായിട്ട് ഹിന്ദു എന്നാണ് തികച്ചും ഹിന്ദുത്വമുള്ള ആളായി. എന്നിട്ട് രക്ഷപ്പെടി. പിന്നെ ഇനി ഏത് കാലത്ത് രക്ഷപ്പെടുന്നു? ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. വെള്ളാപ്പള്ളി എന്ന് അഭിമുഖത്തിൽ പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ കവിക്കുട്ടി കവി. അപ്പോൾ സുഹൃത്തുക്കളെ, വെള്ളാപ്പള്ളി പറഞ്ഞ് ഒന്നും കൊടുത്തില്ലാലേ അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 12 വർഷമായില്ലേ? 5-10 വർഷമാകുമ്പോൾ പോയില്ലേ നമ്മുടെ പിണറായി സഖാവ് വന്നിട്ട്? അത് നിങ്ങളുടെ ദോസ്താണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് നേടിയെടുക്കാൻ പാടില്ലേ? 10 വർഷമായിട്ട് മലപ്പുറം ജില്ലയിലേക്ക് നിങ്ങൾക്ക് കോളേജ് നേടിയെടുക്കാൻ പറ്റില്ല. ലീഗ് പണ്ട് 10-20 വർഷം മുമ്പ് ഭരിച്ചതുകൊണ്ട് അത് പറഞ്ഞ് ഇപ്പം പറയുന്നത് മണ്ടത്തരല്ലേ വെള്ളാപ്പള്ളി? നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഈ പൊട്ടനാക്കുന്നത്? ഇപ്പം ഭരിക്കും നിങ്ങളുടെ ദോസ്താണല്ലോ പിണറായി സഖാവ്. അപ്പോൾ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വാങ്ങിച്ചെടുത്തോ? ഈ 10 വർഷം കൊണ്ട് വാങ്ങിച്ചെടുത്തോ? പറയുന്ന ലോജിക്ക് വേണം. വല്ലവൻ്റെ കയ്യിൽ നിന്നൊക്കെ കാശും വാങ്ങിച്ച് മറ്റേ പ്രശ്നമുണ്ടാക്കി ഈ സമുദായത്തെ, പക്ഷേ മുസ്ലിം സമുദായത്തെ നിങ്ങൾ ലീഗിൽ വിമർശിക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. അത് അങ്ങനെ ചെയ്യില്ല. എല്ലാ വശവും ആലോചിക്കുക. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ സംസ്കാരത്തിൽ നിങ്ങളുടെ SNDPക്കും ഗുരുദേവനൊക്കെ വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കാലമായപ്പോൾ അതിലത് നശിപ്പിച്ചു കളയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാൻ നിർത്തിയേക്കാം, സമയമായിരിക്കണം. മുസ്ലിം ലീഗോട് വീട്ടിൽ പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ആ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ വെള്ളപ്പിളമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കില്ല. തന്നെയല്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇനിയും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർക്കുകയാണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.